ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ PYQലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 6-ലെ ബേസിക് സയൻസിൻ്റെ 8ാമത്തെ ചാപ്റ്ററാണ് ചലനം നിത്യജീവിതത്തിൽ. 7 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ 5th സ്റ്റാൻഡേർഡും ബേസിക് സയൻസും സോഷ്യൽ സയൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. അപ്പം ചലനം നിത്യജീവിതത്തിൽ, ചലനത്തിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. എന്താണ് ചലനം? ഒരു വസ്തു ചലിക്കുമ്പോൾ അതിൽ ആദ്യം നിൽക്കുന്ന സ്ഥാനവും അല്പസമയം കഴിഞ്ഞുള്ള സ്ഥാനവും വ്യത്യാസപ്പെടുന്നുണ്ട് അല്ലേ? അപ്പം ചലിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ചലനം സംഭവിക്കുമ്പോൾ ഒരു വസ്തു ആദ്യം നിൽക്കുന്ന സ്ഥാനവും അല്പനേരം കഴിഞ്ഞുള്ള സ്ഥാനവും എന്താണ്? വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പം ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം അഥവാ മോഷൻ. ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം അഥവാ മോഷൻ എന്ന് പറയുന്നു. അപ്പം നിശ്ചലാവസ്ഥ എന്താണ്? ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം പിക്ചറിൽ ജയൻറ്റ് വീലിൽ കറങ്ങുകയാണ് കുട്ടികൾ. അപ്പം ജയൻറ്റ് വീലിലിരിക്കുന്ന 2 കുട്ടികളുടെ സംശയമാണ്, ജയൻറ്റ് വീൽ കറങ്ങുമ്പോൾ എൻ്റെ സുഹൃത്ത് എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, സ്ഥാനം മാറുന്നുമില്ല, അപ്പോൾ ഞങ്ങൾ ചലിക്കുന്നില്ല. അതാണ് അതിലൊരു കുട്ടിയുടെ സംശയം. അപ്പം ഇവർ കറങ്ങുന്ന കണ്ടുകൊണ്ട് നിൽക്കുന്ന കുട്ടി എന്ത് പറയുന്നു? നിങ്ങൾ 2 പേരും ചലിക്കുന്നത് എനിക്ക് കാണാമല്ലോ, സ്ഥാനം മാറുന്നുമുണ്ട്. അപ്പം ജയൻറ്റ് വീലിൽ ഇരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല അടുത്തിരിക്കുന്ന സുഹൃത്തിന്. പക്ഷേ ദൂരെ നിന്ന് നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 2 പേർക്കും ചലനം സംഭവിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ ചലനത്തിലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? ഒരു വസ്തു ചലനത്തിലാണോ അല്ലയോ എന്ന് പറയുന്നത് മറ്റൊന്നിനെ ആസ്പദമാക്കിയാണ്. ജയൻറ്റ് വീലിലിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ഒപ്പം ഇരിക്കുന്ന സുഹൃത്തിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. എന്നാൽ താഴെ നിൽക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ജയൻറ്റ് വീലിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്ഥാനമാറ്റം സംഭവിക്കുന്നു. അപ്പം എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ചലനം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്? അവലംബക വസ്തുവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. റഫറൻസ് ബോഡി അവലംബക വസ്തുവിനെ അടിസ്ഥാനമാക്കിയാണ് ചലനം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം എന്താണ് അവലംബക വസ്തു? ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കൂ. ഇതിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവാണ് അവലംബക വസ്തു. ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. ഇതിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവാണ് അവലംബക വസ്തു അഥവാ റെഫറൻസ് ബോഡി. അപ്പം ഒരു കുട്ടി താണ്ടെ ഓടി വരുന്നത് കാണിക്കുകയാണ്. അതിൽ ഗ്യാലറിയിലിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിട്ട് എന്താണ്? ആ കുട്ടിക്ക് ചലനമൊന്നും സംഭവിക്കുന്നില്ല അല്ലേ? ഗ്യാലറിയെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നില്ല. അപ്പം ഗ്യാലറിയിൽ ഇരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് എന്താണ്? കുട്ടിക്ക് ചലനം ഉണ്ടാകുന്നില്ല. ഇനി ചലിക്കുന്ന വസ്തുക്കളും ചലിക്കാത്ത വസ്തുക്കളും നിശ്ചല വസ്തുക്കളും ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ജലാശയത്തിൽ നീന്തുന്ന മത്സ്യം എന്താണ്? ചലിക്കുന്ന വസ്തുവാണ്. അതുപോലെ റോഡിലൂടെ നീങ്ങുന്ന കാർ, റോഡിനെ സംബന്ധിച്ചിടത്തോളം കാർ മൂവിങ് ആണ് അല്ലേ? അപ്പം അത് ചലിക്കുന്ന വസ്തുവാണ്. വീട്, പാറ, ഇതൊക്കെ എന്താണ്? നിശ്ചല വസ്തുക്കളാണ്. ഇനി ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ തുടങ്ങി പ്രപഞ്ചത്തിൽ എല്ലാം അനുനിമിഷം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ ചലനത്തെ ആധാരമാക്കിയാണ്. ഭൂമിയിൽ നിശ്ചലമാണെന്ന് കരുതുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ടല്ലോ അല്ലേ? ചലനം മറ്റൊരു വസ്തുവിനെ അവലംബകമാക്കി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അവലംബം മാറുമ്പോൾ നിശ്ചലമാണെന്ന് തോന്നുന്ന പല വസ്തുക്കളും ചലനത്തിലാണെന്ന് മനസ്സിലാക്കാം. ഭൂമിയെ അടിസ്ഥാനമാക്കി ചില വസ്തുക്കൾ നിശ്ചലമാണെന്ന് നാം മനസ്സിലാക്കിയല്ലോ. എന്നാൽ സൂര്യനെയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളെയും അടിസ്ഥാനമാക്കി ഭൂമിയും അതിലെ എല്ലാ വസ്തുക്കളും ചലനത്തിലാണ്. ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഭൂമിയെ അടിസ്ഥാനമാക്കി വസ്തുക്കൾ എന്താണ്? നിശ്ചലമാണ്. എന്നാൽ സൂര്യനെയും സൗരയൂഥത്തിലെയും മറ്റു ഗോളങ്ങളെയും അടിസ്ഥാനമാക്കി ഭൂമിയും അതിലെ എല്ലാ വസ്തുക്കളും എന്താണ്? ചലനത്തിലാണ്. പിക്ചർ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഒരു കുട്ടി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സ്കൂളും മരങ്ങളും ഒന്നും ചലിക്കുന്നില്ല. എന്നാൽ അതേ കുട്ടി സ്പേസിൽ പോയി നോക്കുമ്പോൾ എന്താണ്? ഭൂമിയോടൊപ്പം ഇതെല്ലാം ചലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ചലനം എന്ന് പറയുന്നത് എപ്പോഴും അവലംബക വസ്തുവിനെ അടിസ്ഥാനമാക്കിയാണ്. ഇനി വിവിധതരം ചലനങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. പിക്ചർ കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ്? സീസോയിൽ കുട്ടികളിരിക്കുന്നു. അപ്പം അതെന്താണ്? ധോലനമാണ്. അതേപോലെ ഊഞ്ഞാലാടുന്നത് ധോലനമാണ്. സ്ലൈഡിൽ കയറി തന്നെ ഇറങ്ങുന്നത് എന്താണ്? നേർരേഖ ചലനമാണ്. അങ്ങനെ വിവിധതരം ചലനങ്ങളെക്കുറിച്ച് പറയുകയാണ്. നേർരേഖ ചലനം. ഒരു വസ്തുവിനെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖാ ചലനം. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ. ഇനി ഭ്രമണചലനം എന്താണ്? സ്വന്തം അക്ഷത്തെ ആധാരമാക്കി വസ്തുക്കൾ ചലിക്കുന്നതിനെയാണ് ഭ്രമണചലനം എന്ന് പറയുന്നത്, റൊട്ടേഷണൽ മോഷൻ. വർത്തുള ചലനമാണെങ്കിൽ വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം. ധോലനമാണെങ്കിൽ എന്താണ്? തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്ക് നടത്തുന്ന ചലനമാണ് ധോലനം അഥവാ ഓക്സിലേഷൻ എന്ന് പറയുന്നത്. ഇനി ദ്രുതഗതിയിലുള്ള ധോലനമാണ് കമ്പനം അഥവാ വൈബ്രേഷൻ. ദ്രുതഗതിയിലുള്ള ധോലനമാണ് കമ്പനം അഥവാ വൈബ്രേഷൻ. ഇനി ശബ്ദവും കമ്പനവും.
കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ഏത് ശബ്ദമുണ്ടാകുമ്പോഴും അതിനു കാരണമായി ഏതെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ട്. നമ്മുടെ തൊണ്ടയിലെ സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിച്ച് ചെവിയുടെ അടുത്ത് പിടിച്ചാൽ നമുക്കൊരു ശബ്ദം കേൾക്കാൻ കഴിയും. വലിച്ചു കെട്ടിയ കമ്പികൾ വ്യത്യസ്ത രീതിയിൽ കമ്പനം ചെയ്യിച്ചാണ് വീണ, വയലിൻ തുടങ്ങിയവയിൽ സംഗീതമുണ്ടാകുന്നത്. ചെണ്ട പോലുള്ള വാദ്യങ്ങളിൽ ഡയഫ്രമാണ് കമ്പനം ചെയ്യുന്നത്. ഓടക്കുഴൽ, ഹാർമോണിയം എന്നിവയിൽ വായുവാണ് കമ്പനം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കുറച്ച് ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. സീസോയുടെ എന്ത് ചലനമാണ്? ദോലനമാണ്. ഓക്കെ, ക്ലോക്കിലെ സൂചി എന്താണ്? ബർത്തുള്ള ചലനമാണ്. പമ്പരമാണെങ്കിൽ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയാണ് കറങ്ങുന്നത്, കൊണ്ട് അതിൻ്റെ എന്താണ്? ഭ്രമണമാണ്. ഇനി വീണയിലെ കമ്പി എന്താണ്? കമ്പനമാണ്. ഓക്കെ, ഇനി കുട്ടികൾക്ക് എക്സ്പെരിമെൻ്റ് കൊടുത്തിരിക്കുകയാണ്, കളിപ്പങ്കം നിർണ്ണയിക്കാമെന്നും പറഞ്ഞിട്ട്. ഇനി ബലവും ചലനവും എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ചലിപ്പിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുക്കണം, ഒരു ബലം കൊടുക്കണം അല്ലേ? അപ്പം തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ ബലം പ്രയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ബലവും ചലനവുമായിട്ട് എന്താണ്? ബന്ധമുണ്ട്. ഓക്കെ, അടുത്തത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണം. ചലിക്കുന്ന വസ്തുക്കളുടെ ചലനവേഗത്തിൽ മാറ്റം വരുത്താനും ദിശ മാറ്റാനും ബലം പ്രയോഗിക്കണം. ഇനി ചലനവും ആരോഗ്യവും. വിവിധ തരം ചലനങ്ങളെ ആരോഗ്യ പരിപാലനത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയും അല്ലേ? വ്യായാമം ചെയ്യുമ്പോൾ വിവിധതരം ചലനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി ബലം ഒരിടത്ത്, ചലനം മറ്റൊരിടത്ത്. എന്താണ്? സൈക്കിളിനെയാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഒരിടത്ത് പ്രയോഗിക്കുന്ന ബലം മറ്റൊരിടത്ത് എത്തിച്ച് ചലനം സാധ്യമാക്കുമല്ലോ അല്ലേ? അപ്പം എന്താണ്? ഒരിടത്ത് എന്താണ്? സൈക്കിളിന് നമ്മൾ പെഡലിനാണ് ബലം കൊടുക്കുന്നത്. പെഡലിന് ബലം കൊടുക്കുമ്പോഴാണ് ചക്രങ്ങൾ കറങ്ങുന്നതും അതുപോലെ തന്നെ സൈക്കിൾ മൂവ് ആവുന്നതും. അപ്പം ഒരിടത്ത് പ്രയോഗിക്കുന്ന ബലം മറ്റൊരിടത്ത് എത്തിച്ച് ചലനം സാധ്യമാണോ? ആണ്. ഓക്കെ, ഇനി പൽചക്രത്തിനെ കുറിച്ച് പറയുകയാണേ. പൽചക്രം വലിയ ചക്രം ഉപയോഗിച്ച് ചെറിയ ചക്രം കറക്കുമ്പോൾ വേഗം കൂടും എന്നും ചെറിയ ചക്രത്തെ ഉപയോഗിച്ച് വലിയ ചക്രം കറക്കുമ്പോൾ എന്ത് ചെയ്യും? വേഗം കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പം സമാനമായ രീതിയിലാണ് വാഹനങ്ങളിൽ പൽചക്രം ഉപയോഗിക്കുന്നത്. സൈക്കിളിലും വലിയ പൽചക്രം ഉപയോഗിച്ചാണ് ചെറിയ പൽചക്രം കറങ്ങുന്നത്. ഓക്കെ, ചലനാത്മകമായ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാ ശാരീരിക പ്രക്രിയകളും ഏതെങ്കിലും തരത്തിലുള്ള ചലനങ്ങളെ ഉൾക്കൊള്ളുന്നു. ചലനം വേഗത്തിലോ സാവധാനത്തിലോ ആകാം. വസ്തുക്കളെ ചലിപ്പിക്കാനും ദിശ മാറ്റാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്റർ. 6th സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലൂടെ PYQ ഡിസ്കഷൻസ് നടന്നു പോരുന്നുണ്ട്. അപ്പം എക്സാമൊക്കെ അടുത്തിരിക്കുന്ന സ്ഥിതിക്ക് എല്ലാവരും PYQs ഒക്കെ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എല്ലാ PYQസും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും കയറി കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.